എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഇഡ്ഡലി പാത്രത്തിലാണ് റെഡിയാക്കിയിട്ടെടുക്കുന്നത്, ആവിയിൽ വേവിച്ചിട്ടാണ്. അതുപോലെ മെഷറിംഗ് കപ്പോ മൈദയോ ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ഇഡ്ഡലി സ്റ്റാൻഡാണ്. ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലാദ്യം തന്നെ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓയിലോ ബട്ടറോ നെയ്യോ എന്തുവേണമെങ്കിലും ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റീമറിൽ ആവിയിലാണ് കേക്ക് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും തിളപ്പിക്കാൻ വേണ്ടി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് വെള്ളം ചൂടായി കിട്ടും. ഇനി ഞാനിവിടെ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ജാർ എടുക്കുക കേട്ടോ. അതിലേക്ക് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുട്ടയാണ്. പിന്നെ മുട്ട എടുക്കുമ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കരുത്. കുറച്ച് നേരം ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ മുട്ട ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഈ കേക്കിൻ്റെ അളവുകളെല്ലാം പറയാനായിട്ട് പോകുന്നത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ മെഷറിംഗ് കപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു സ്പൂണാണ് കേട്ടോ. നിങ്ങൾ ഏത് സ്പൂണാണോ എടുക്കുന്നത് ആ സ്പൂണിന് തന്നെ ബാക്കിയുള്ള അളവുകളൊക്കെ എത്താൻ മതി. അപ്പോൾ ഇതൊരു നോർമൽ വലിപ്പത്തിലുള്ള സ്പൂണാണ്. ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ സ്പൂണിന് ഒരു 4 സ്പൂൺ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് 5 സ്പൂൺ വരെ വേണമെങ്കിൽ ഇടാം, മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. അത് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ 4 സ്പൂൺ ഇട്ടിട്ടുള്ളത്. ഇനി അതേ സ്പൂണിന് തന്നെ ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് ഒഴിയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ പൊടിക്കാത്ത പഞ്ചസാരയാണ്, പക്ഷെ നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ മുട്ടയൊക്കെ നന്നായി പതഞ്ഞ് കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 തുള്ളി, അല്ലെങ്കിൽ ആ സ്പൂണിന് പറയുകയാണെങ്കിൽ ഒരു 1/4 സ്പൂൺ ചേർത്താൽ മതി കേട്ടോ വാനില എസൻസ്. കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. മുട്ടയുടെ സ്മെല്ലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ വാനില എസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായി പതഞ്ഞിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിടണം. അപ്പോൾ ഞാൻ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് അതേ സ്പൂണിന് തന്നെ 5 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കുമ്പോൾ നല്ല നിറയെ നമ്മൾ സ്പൂണിനിങ്ങനെ നിറയെ സാധാരണ പോലെ കോരിയിട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കൊക്കോ പൗഡർ നല്ല ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. എൻ്റെ ഇപ്പോൾ അധികം കളറൊന്നുമില്ല, ഞാൻ 1 സ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർക്കുന്നത്. അത് ഞാൻ എടുത്തിട്ടുള്ളത് പോലെ കുഞ്ഞ് സ്പൂണിലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് മാത്രം നമ്മുടെ വലിയ സ്പൂണിലല്ല, ഒരു കുഞ്ഞ് സ്പൂണിന് ഒരു 1/4 സ്പൂൺ മതി ബേക്കിംഗ് സോഡ. നമ്മുടെ ഈ കേക്ക് വളരെ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 നുള്ളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതങ്ങ് അരിച്ചെടുക്കാം. ആ കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ കുറച്ച് ടൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക, കാരണം മുട്ടയും ആ ഒരു ഓയിലും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഒരു 5 സ്പൂൺ പാല് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ പാലിൻ്റെ ഒരളവ് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം, കാരണം നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് പാലിൻ്റെ ഒരളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ ഒരു 3 സ്പൂണൊക്കെ ചേർത്തിട്ട് നോക്കിയിട്ട് ചേർത്താലും മതി. അപ്പോൾ എനിക്കിവിടെ 5 സ്പൂണാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് കൂടെ ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. കണ്ടില്ലേ, ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. ഇനി നമുക്കിത് വേഗം തന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ 1 സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. ഒരുപാട് അങ്ങ് നിറയെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി വരുമ്പോൾ പുറത്തേക്കൊക്കെ പോവും. അതുകൊണ്ട് 1 സ്പൂൺ വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ വീതം എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ നമുക്ക് 8 എണ്ണമാണ് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ. അപ്പോൾ 2 തട്ട് കിട്ടും നമുക്ക്.
അപ്പോൾ ഞാനതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊരു വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുള്ളിലേക്ക് നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെക്കുമ്പോൾ ഞാനിവിടെ താഴെ 2 തട്ട് വെറുതെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒഴിക്കരുത്, കാരണം ആവി വെള്ളം അതിൽ വീഴും. മുകളിലത്തെ തട്ടിൽ മാത്രം നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് അടച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ തന്നെ മൂടി വേണമെന്നില്ല, വേറെ മൂടിയാണെങ്കിലും വെച്ച് അടക്കുക. അടക്കുന്ന സമയത്ത് ഇതിൻ്റെ ലിഡ് നമ്മൾ ഒരു കിച്ചൺ ടവൽ വെച്ച് കവർ ചെയ്തിട്ട് വെക്കുക കേട്ടോ. കവർ ചെയ്തിട്ടില്ലെങ്കിൽ ആവി വെള്ളം നമ്മുടെ കേക്കിൽ വീണിട്ട് ശരിയായിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ കവർ ചെയ്ത് വെക്കുക. പിന്നെ ആദ്യം ഹൈ ഫ്ലെയിമിൽ നമുക്കൊരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. പിന്നെ ഒരു 8 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചിട്ടെടുക്കുക. കറക്റ്റ് ഒരു 10 മിനിറ്റാണ് ഇത് വേകാൻ വേണ്ടിയിട്ട് എടുക്കുക. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഫ്ലെയിം അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും. എന്നാലും ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ടാവും. എന്തായാലും ഒരു 15 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളതുപോലെ കവർ ചെയ്ത് വെച്ചുകൊണ്ട് ഒട്ടും വെള്ളമൊന്നും വീണിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അടിയിലത്തെ തട്ടിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അടിയിലത്തെ തട്ടിലൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ കേക്ക് ബാറ്റർ ഒഴിക്കരുത്, മേലത്തെ തട്ടിൽ മാത്രം ഒഴിക്കുക കേട്ടോ. അപ്പോൾ 2 വട്ടമായിട്ട് നമ്മുടെ കേക്ക് വേവിച്ചെടുത്താൽ മതി. കറക്റ്റ് 8 കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തണുത്ത ശേഷം നമുക്കൊരു കത്തി വെച്ചിട്ട് ഒന്നെങ്കിൽ വിടിയിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ പെട്ടെന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ കേക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ കപ്പ് കേക്കൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ആ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് ഇത്. കുട്ടികൾക്കൊക്കെ കാണുമ്പോഴാണെങ്കിലും അവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നൊരു കേക്കാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഗോതമ്പൊടി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക്. ഞാനതൊന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, ശരിക്കും കേക്കിൻ്റെ ടെക്സ്ചറാണ്. കണ്ടില്ലേ, നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന അതേ ഒരു ടെക്സ്ചറാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്